വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ അരനൂറ്റാണ്ടിലധികം കർത്തൃശുശ്രൂഷ വേലയിൽ സ്തുത്യർഹമായ സേവനം തികച്ചു യജമാനന്റെ മുന്തിരിത്തോട്ടത്തിലെ ഏൽപ്പിക്കപ്പെട്ട വേല അതിതീവ്രതയോടും സന്തോഷത്തോടും കൂടെ ചെയ്ത് പൂർത്തീകരിച്ച് ഒരുപാട് ഫലങ്ങളെ കണ്ട് സന്തോഷിക്കത്തക്ക നിലയിലുള്ള ശുശ്രൂഷകൾ ചെയ്ത് തിരിച്ച് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട ഒരു വിശുദ്ധൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ മുൻപിലും അതിനോടുള്ള ബന്ധത്തിലുള്ള ശുശ്രൂഷകളിലുമാണ് നാം ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ജോസഫ് കുട്ടിയപ്പച്ചനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ചെറിയ പ്രായം മുതൽ തന്നെ പറയുവാനായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ട്. ശുശ്രൂഷയുടെ മുഖത്ത് ഒരു യുവാവായിരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ഈ പ്രിയ അപ്പച്ചനെ കാണുമ്പോൾ അത്യുത്സാഹത്തോടു കൂടിയുള്ള ദൈവത്തിൻ്റെ ശുശ്രൂഷ അന്ന് യൗവനക്കാരായിരിക്കുന്ന ഞങ്ങളിൽ പലരെയും വളരെയധികം ആകർഷിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ വിലപ്പെട്ട കർത്തൃദാസന്റെ ശുശ്രൂഷ മേഖലയെ കുറിച്ച് നമുക്ക് നോക്കുമ്പോൾ ദൈവം പ്രത്യേക ഉദ്ദേശത്തോടുകൂടെ ഭൂമിയിൽ മനുഷ്യരെ ആക്കാറും എല്ലാവരും ഒരേ ഉദ്ദേശത്തിലല്ല, എല്ലാവർക്കും ഒരു മിഷനുണ്ട്. പക്ഷേ ഓരോരുത്തർക്കും വ്യത്യസ്തമായ തലങ്ങളിൽ അതുണ്ട്. ആ ഒരു പ്രവൃത്തി വളരെ അനുഗ്രഹീതമായി നിവർത്തിക്കപ്പെട്ട് കാണുവാൻ ഇടയായി തീർന്ന മനോഹരമായ ഒരു ജീവിതാനുഭവങ്ങൾ ഈ വാത്സല്യ പിതാവിനെ കുറിച്ച് പറയുവാനുണ്ട്. വൃക്ഷങ്ങൾ, മരങ്ങളൊക്കെ എല്ലാ മരങ്ങളാണെങ്കിലും ചില പ്രത്യേക മരങ്ങൾ, പ്രത്യേകിച്ച് വീടുകൾ, വിലപ്പെട്ട ഫർണിച്ചറുകളും മറ്റും ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്ന വീട്ടി എന്ന് പറയുന്ന മരം, അത് ഞാൻ കേട്ടറിഞ്ഞ അറിവ് പ്രകാരം നല്ല ഉറപ്പുള്ള പ്രതലങ്ങളിൽ, പാറകളിലൊക്കെ നിൽക്കുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ തടിക്ക് അത്രമേൽ ഉറപ്പാണ്. അതിനെ മറ്റ് ജീവികൾക്ക്, ക്ഷുദ്രജീവികൾക്കൊന്നും കേടുവരുത്തുവാൻ കഴിയാത്ത നിലയിലുള്ള കാര്യങ്ങൾ പോലെയുള്ള ഉറപ്പ് ആ തടിയുടെ ഉള്ളിലുണ്ട്. കാരണം അതിൻ്റെ ബേസ് അങ്ങനെയാണ്. അതുപോലെ ശുശ്രൂഷയുടെ മുഖത്ത് ഈ വാത്സല്യ പിതാവ് മറ്റൊരാൾക്കായിത്തീരുവാൻ കഴിയുമോ എന്ന് ചിന്തിക്കത്തക്ക നിലയിലുള്ള അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷയ്ക്ക് ഉടമയായി തീർന്നു എന്ന് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിലും വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ഞാൻ കർത്താവിനെ ജലത്തിൽ സാക്ഷിക്കുവാനിടയായി തീർന്നത് ഈ പ്രിയ അപ്പച്ചൻ്റെ കൈകീഴിലാണ്. അതെനിക്കൊരു വലിയ അനുഗ്രഹമായ ഒരു നല്ല അനുഭവമായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കുവാൻ, കാണുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ ശുശ്രൂഷയുടെ കാലങ്ങളിൽ ഞാൻ ശുശ്രൂഷയ്ക്ക് വരുന്നതിന് മുൻപുള്ള സമയത്ത് ആകർഷിക്കത്തക്ക നിലയിലുള്ള ഒരിക്കൽ ഞാൻ ഒരു പ്രത്യേക സംഭവം ഓർക്കുന്നു. കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല, കൈതൽക്കൂടാണോ അടുതലയാണോ ഏതോ ഒരു സ്ഥലത്ത് അധ്യാപക യുവജന ക്യാമ്പ്, കൊട്ടാരക്കര സെന്ററിൽ അധ്യാപക യുവജന ക്യാമ്പ് എന്ന് പറയുന്ന ഒരു കൺവെൻഷനേക്കാൾ പ്രാധാന്യമുള്ളൊരു മീറ്റിംഗ് ആയി. 40 ബസ്സുകളൊക്കെ ഒരു ദിവസം ആ മീറ്റിങ്ങുകൾക്ക് കടന്നു വരും. ആയിരക്കണക്കിന് ആളുകൾ ഒരു ദിവസം ഇതുപോലെ രാവിലെ ബസ്സുകളിൽ, ലോക്കൽ സഭകളിൽ നിന്നൊക്കെ ആളുകൾ വന്നു ചേരുക. അന്ന് പത്തനംതിട്ട സെന്റർ, പുനലൂർ സെന്റർ, റാന്നി സെന്ററൊന്നും ഇല്ല. അന്ന് ലോക്കൽ സഭകളിൽ നിന്ന് വിശ്വാസികളുടെ സമൂഹം അധികം അവിടെ കടന്നു വന്നപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുത്ത് എല്ലാവരും ആ വിശ്വാസ ഭവനത്തിൻ്റെ മുറ്റത്തുള്ള ഒരു തെങ്ങിൻ്റെ ചോട്ടിലേക്ക്, അന്ന് ഇലയിലാണ് ഭക്ഷണം, ഇലയെല്ലാം വാരി അവിടെ കൊണ്ട് ആ തെങ്ങിൻ്റെ ചോട്ടിലേക്ക് കൊണ്ടിടുമ്പോൾ ഈ അപ്പച്ചനാണ് ഇവിടുത്തെ അസിസ്റ്റന്റ് സെൻട്രൽ പാസ്റ്ററാണ്. അദ്ദേഹം അവിടെ വലിയ ശബ്ദമാണ്, മുഴക്കമുള്ള ശബ്ദം. അവിടെ ഇടരുതേ എന്ന് പറഞ്ഞിട്ട് അത് ആരും ശ്രദ്ധിച്ചില്ല. അവിടെ പിന്നെയും കൊണ്ട് കൊട്ടയിൽ തട്ടുകയാണ്. ഇദ്ദേഹം തന്നെ ആ വേസ്റ്റിലൊക്കെ ഇങ്ങനെ മടക്കി കുത്തിയിട്ട് ഒരു കൊട്ടയെടുത്ത് വെച്ച് ഈ വേസ്റ്റ് ഇലകൾ ആളുകൾ ഭക്ഷിച്ച് ഉച്ഛിഷ്ടം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ നോക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ പ്രാർത്ഥനയുടെ ബലം. ഈ പ്രിയ അപ്പച്ചൻ രോഗശാന്തിയുടെ ഒരു നല്ല വരവുണ്ടായി. എൻ്റെ കണ്ണുകൊണ്ട് കണ്ട് എൻ്റെ ശരീരത്തിൽ വിറയലുണ്ടായ ഒരു സന്ദർഭം. കോതമംഗലം സഭ, കോതമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത്
അന്ന് അവിടെ ശുശ്രൂഷയിലായിരുന്ന രാജൻ എന്ന് പറയുന്ന ഒരു മൂപ്പനുണ്ടായിരുന്നു, രാജമൂപ്പൻ. അദ്ദേഹം ശരീരത്തിൽ ചില അസ്വസ്ഥതകളായ അതിവേദന കൊണ്ട് കട്ടിൽ കിടന്ന് പിടയ്ക്കുകയാണ്. ഈ അപ്പച്ചനോടി അവിടെ വന്നിട്ട് ഞങ്ങൾ ശുശ്രൂഷകരായ സഹോദരങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങളെല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ആ ഹാളിലോട്ട് പോയി കയറ്റുവായിൽ മുഴങ്ങാൻമേൽ നിന്ന് കരയുന്ന ആ ഭിത്തിയിലോട്ട് ഒരു ചുവരിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് ഇദ്ദേഹം കരങ്ങളെ ഉയർത്തി ദൈവസന്നിധിയിൽ കരയുന്ന കരച്ചിൽ ഞങ്ങളെയൊക്കെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തി ആശ്ചര്യഭരിതരാക്കി. ഇദ്ദേഹം ആ മുഴങ്കാലിൽ നിന്ന് ചുവരിന് നേരെ തിരിഞ്ഞെന്ന് കരയുന്ന ആ ശബ്ദത്തേക്ക് ആ കട്ടിലിൽ തീരാവേദനയാൽ കിടന്ന് പിടയ്ക്കുന്ന ആ കർത്തൃദാസൻ ആ നിമിഷത്തിൽ സൗഖ്യം പ്രാപിച്ചെഴുന്നേറ്റു. എൻ്റെ ശരീരത്തിൽ വിറയൽ തോന്നി. രോഗശാന്തി എന്നുള്ളത് ഈ ദൈവദാസന്റെ പ്രാർത്ഥനയിൽ എൻ്റെ കണ്ണാലെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ദൈവിക രോഗശാന്തി ഒരു കെട്ടുകഥയല്ല, അത് വാസ്തവമാണ്. ദൈവം സൗഖ്യമാക്കുന്ന ദൈവമെന്ന് ഞാൻ വ്യക്തമായി കണ്ടുകൊണ്ട് കണ്ട് മനസ്സിലാക്കുവാനിടയായി. അങ്ങനെ ഒരു വരം ദൈവം ഈ പ്രിയപ്പെട്ട ദൈവദാസനെ കുറിച്ചിട്ടുണ്ടായി. ഞാൻ എറണാകുളത്തേക്ക് സ്ഥലം മാറ്റമായി ചെല്ലുമ്പോൾ ആദ്യമായിട്ട് തന്നെ ഈ പ്രിയപ്പച്ചൻ പോത്താനിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ശുശ്രൂഷയിലാക്കി. അവിടെ ആക്കിയപ്പോൾ അവിടെ ഒരു നല്ല ആരാധനാലയമില്ല, നല്ല സൗകര്യങ്ങളില്ല, വളരെ ശുഷ്കിച്ച അവസ്ഥയിൽ കിടക്കുന്നു. അപ്പച്ചനോട് പറഞ്ഞു, നീ അവിടെ ഒരു നല്ല ആരാധനാലയം ഉണ്ടാക്കണം. ലോക്കൽ സഭകൾക്ക് വേണ്ടി ഇത്രത്തോളം തീക്ഷ്ണമായി ലോക്കൽ സഭ എന്നല്ല, കർത്താവിന്റെ വേലയോട് ഇത്രയധികം തീക്ഷ്ണമായ എരിവോടെ പ്രവർത്തിച്ച ഒരു ദൈവദാസൻ ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടതിൽ മറ്റാരും ചെയ്യില്ലെന്നല്ല ഞാൻ പറയുന്നത്, അത്രമേൽ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ട് അനുഭവിച്ചിട്ടുണ്ട്. അതറിയാവുന്ന ചില വിശ്വാസികൾ ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ ആ പണികാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അന്നവിടെ ഒരു സൈക്കിൾ മാത്രമേ ഉള്ളൂ. ഞാൻ സൈക്കിളിൽ ജംഗ്ഷനിൽ പോയി സിമെന്റ് 2 ചാക്ക് സിമെന്റ് ഒക്കെ ഈ സൈക്കിളിൽ വെച്ച് കെട്ടി വരും. ഈ 6 മീറ്റർ പൈപ്പൊക്കെ ഈ സൈക്കിളിൽ 2-3 കെട്ടി വെച്ചുകൊണ്ട് വരും. അന്നിവിടെ ഇപ്പോൾ ഓടനാവട്ടത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ബ്രദർ സ്മിത്ത്, അന്ന് അവൻ എൻ്റെ സഹായിയായിട്ട് അവിടുത്തെ ഒരു വിശ്വാസിയായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ലോക്കലിൽ ഇപ്പോൾ അദ്ദേഹം ഒരു പാസ്റ്ററാണ്. അദ്ദേഹം ഈ അപ്പച്ചൻ്റെ അടുക്കൽ അദ്ദേഹം ഒരു എൽഡറാണ്. ഈ അപ്പച്ചൻ്റെ അടുക്കൽ എന്ന് പറഞ്ഞ അപ്പച്ച അവിടെ ഒരു വാഹനം വന്നു, ഒരു സ്കൂട്ടർ കൊടുത്താൽ നല്ലതാണ്. ഞാനിത് ഈ അപ്പച്ചൻ്റെ വാക്ക് കേൾക്കാൻ വേണ്ടി സിറ്റൗട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ അപ്പച്ചൻ ചോദിച്ചാൽ അവനെത്തി ഞാൻ വിളിക്കാൻ പറഞ്ഞു. മുറിക്കകത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് അന്നൊക്കെ ഈ അപ്പച്ചൻ്റെ കോപം കണ്ടാൽ നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് ഐസ് ഉരുകുന്ന പോലെ ഒരുങ്ങി പോകും. അതുപോലെയുള്ള ദേഷ്യമായ എന്നെ ഒരു ശാസന എൻ്റെ തലമുടിമാർ മുതൽ കാൽപാദം വരെ വേർത്തൊഴുകി. അതുപോലെ ശാസിച്ചു. നിങ്ങളിൽ നിനക്ക് സ്കൂട്ടറില്ലെങ്കിൽ നിനക്ക് വേല ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഒരു ശാസനയും ഒരു വഴക്കും. ഞാൻ വിചാരിച്ച് വഴിയെ പോയ വഴക്ക് ഞാൻ കൂലി കൊടുത്ത് വാങ്ങിച്ച പോലെ ആയിപ്പോയി. അത്രയും ശാസന കിട്ടി. എന്നാൽ ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ ഈ അപ്പച്ചൻ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞോളൂ, ഞാൻ ഉപയോഗിക്കുന്ന സ്കൂട്ടർ അവിടെ ഇരിപ്പുണ്ട്, താക്കോലിൻ്റെ തന്നിട്ട് പറഞ്ഞു, നീ എടുത്തോണ്ട് പോകാൻ പറഞ്ഞു. അന്ന് അപ്പച്ചൻ എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ വഴക്ക് പറഞ്ഞപ്പോൾ നിന്റെ മുഖം മാറുമോ എന്ന് ഞാൻ നോക്കിയതാണ്. അപ്പച്ചൻ എന്നോട് പറഞ്ഞു, അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിച്ചു നിനക്കൊരു വണ്ടി വേണം. അപ്പോൾ ആ എറണാകുളം സഭയിൽപ്പെട്ട ഒരു വിശ്വാസി ഒരു 2 വീലർ കൊണ്ട് അപ്പച്ചന് കൊടുത്തൊരു വെസ്പ ലെജൻഡ് എന്ന കണ്ടെത്തുന്നതിന്റെ പേര് അതവിടെ കൊടുത്തപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, എനിക്കൊരു വാഹനം കിട്ടി, നീ ഈ വാഹനം കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ശുശ്രൂഷയിൽ അദ്ദേഹത്തിന്റെ കീഴിലുള്ള വേലക്കാരെ കുറിച്ച് വളരെയധികം കനിവും ആദരവും വലിയ കരുതലുകളുമുള്ള ഒരു വിലപ്പെട്ട ദൈവത്തിന്റെ ദാസനായിട്ട് ഇദ്ദേഹത്തെ എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണ പറയും ഒരു വെളിപ്പാട് അകലെ ഉണ്ട് ചിലർ നോക്കി. അത് വാസ്തവമായിട്ട് ഈ ജോസഫ് ഉദ്യോഗസ്ഥൻ ഒരു ഫോൺ കോളിൽ അദ്ദേഹം ആ കോളിന്റെ അപ്പുറത്ത് നമുക്കായിട്ടുണ്ടാകും. അതെന്റെ മാത്രം അനുഭവമല്ല, എത്രയോ വിശ്വാസികളുടെ അനുഭവം, എത്രയോ ശുശ്രൂഷയുടെ അനുഭവം. ഞാൻ എൻ്റെ അവസ്ഥ പറയുക, ഒരു ഭാരം പറഞ്ഞ് ഒരു വിഷയം പറഞ്ഞ് നമ്മളൊന്ന് ഫോൺ ചെയ്താൽ അദ്ദേഹം അത്രമേൽ സ്നേഹത്തോടെ നമ്മെ ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും കരുതുകയും ഒക്കെ ചെയ്യും. ചില നാളുകൾക്ക് മുമ്പ് ഞാനിരുന്ന ഒരു സ്ഥലത്ത് അദ്ദേഹം വന്ന് എന്നോട് കാര്യങ്ങളൊക്കെ വിവരങ്ങളൊക്കെ ചോദിച്ച്, എനിക്കത് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരമ്മ ഒരു കൈക്കുഞ്ഞിനെ നെഞ്ചിലേക്ക് ഇടുന്നത് പോലെ എന്നെ തോളിലേക്ക് ഇട്ടിട്ട് ഒരു 15-20 മിനിറ്റ് ഈ അപ്പച്ചൻ കണ്ണിൽ നിന്നൊഴുകിയ ചൂടുകണ്ണുനീര് എൻ്റെ ഈ തലയുടെ കുട്ടിയിൽ വീണു. പ്രാർത്ഥിച്ച് ധൈര്യപ്പെടുത്തി അദ്ദേഹം മുന്നോട്ട് പോയി. ഒരു നിമിഷം പോലും ആ അനുഭവം മറക്കാനും മനസ്സിൽ നിന്ന് മാറിപ്പോകുവാനും കഴിയാത്ത നിലയിൽ ദൈവവചനത്തിൽ പറയുന്നത് പോലെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരമ്മയെ പോലെ ആർദ്രതയുള്ളവരായിരുന്നു എന്ന് അപ്പോസ്തലൻ പറയുന്നത് പോലെ ഒരമ്മയാണോ ഒരപ്പനാണോ എന്നൊന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ അറിയുന്നു. അത്രമേൽ കരുതലും വാത്സല്യവും ഉള്ള
ഒരു വിലപ്പെട്ട ജീവിത അനുഭവങ്ങൾ നിറഞ്ഞ ഒരു ദൈവത്തിൻ്റെ ദാസനായി അദ്ദേഹത്തെ എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ ഭവനവുമായിട്ടുള്ള ബന്ധത്തിൽ വളരെ വിലപ്പെട്ട ഒരുപാട് അനുഭവങ്ങൾ. 2017 വർഷം എൻ്റെ അമ്മ മരണാസന്നമായ അവസ്ഥയിൽ ഞാനന്ന് എറണാകുളത്ത് ശുശ്രൂഷിക്കുകയാണ്. അന്ന് ഈ ജോസഫ് കുട്ടിയപ്പച്ചനും നിത്യതയിൽ പ്രവേശിച്ച മാത്തുകുട്ടിയപ്പച്ചനും ചേർന്ന് രണ്ടുപേരും വീട്ടിൽ പോയി 1 മണിക്കൂർ രണ്ടുപേരും കൈ ഓർത്തിരുന്ന് പ്രാർത്ഥിച്ച് അന്ന് മരണത്തിലേക്ക് വഴുതി വീണ എൻ്റെ അമ്മയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. പിന്നെ ഒരു 7 വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ മാതാവ് മരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയുള്ള ബന്ധത്തിൽ വ്യക്തിപരമായിട്ട് പറയുവാനുണ്ട്. തിരുവല്ലായിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ദൈവസഭയിൽ ചേർക്കപ്പെട്ട CL സാമുവൽ അവറുകൾ പാസ്റ്റർ അപ്പച്ചൻ അഥവാ നമ്മുടെ ബാബു അപ്പച്ചൻ അറിയപ്പെടുന്ന അദ്ദേഹം 2 മണിക്കൂറോളം അപ്പച്ചൻ്റെ അടുക്കൽ ചെലവഴിച്ചു. പല കാര്യങ്ങൾ പറഞ്ഞപ്പോഴും തൻ്റെ ശരീരത്തിൻ്റെ ബലഹീനത വല്ലാണ്ട് അലട്ടുന്നുണ്ട്. വളരെ ആദരവോടുകൂടെ, വളരെ സ്നേഹത്തോടുകൂടെ, ആദരവെന്ന് ഞാൻ പറയുന്നില്ല, ആർദ്രതയോടുകൂടെ ഈ അപ്പച്ചൻ്റെ ആ സംസാരം, അപ്പച്ചൻ്റെ സ്നേഹത്തിൻ്റെ ആ വാക്കുകൾ ഒക്കെ വളരെ ചിന്തിപ്പിക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. മറ്റ് ശുശ്രൂഷകരെ, പ്രത്യേകിച്ച് നടത്തിപ്പുകാരെ, ചുമതലക്കാരായിരിക്കുന്നവരെ ഒക്കെ ബഹുമാനിക്കുന്നതിലും ആദരിക്കുന്നതിലും ഇദ്ദേഹത്തിൻ്റെ പല അനുഭവങ്ങളും എനിക്ക് വ്യക്തമായി കാണുവാനിടയായി തീർന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ജൂലൈ മാസം 16-ാം തീയതി ഇവിടെ വന്ന് ഒരു ദിവസം ഒരിക്കൽ പ്രത്യേകമായ ഒരു വിഷയത്തിലുള്ള ബന്ധത്തിൽ എന്നോട് പറഞ്ഞു, എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നു. അപ്പച്ചൻ്റെ അടുക്കൽ എനിക്ക് 3-4 മണിക്കൂറുകൾ അപ്പച്ചൻ്റെ അടുക്കൽ ചെലവഴിച്ചു. ആരംഭകാലം മുതൽ അദ്ദേഹം അനുഭവിച്ച സന്തോഷ ദുഃഖങ്ങൾ, സുഖദുഃഖ വേദനകൾ ഒക്കെ എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പങ്കിടുവാനിടയായി. വയ്യായെങ്കിലും ബലഹീനമാണെങ്കിലും അതൊക്കെ പങ്കിടുവാനിടയായി തീർന്നു. അന്ന് അതിനുശേഷം പ്രാർത്ഥിച്ച് അയക്കുവാനിടയായി തീർന്നു. 2-3 ദിവസങ്ങൾക്ക് മുമ്പും ഫോണിൽ കൂടെ ചെറുതായിട്ട് അല്പമായിട്ട് 1-2 വാക്കുകൾ ഒന്ന് സംസാരിക്കുവാനൊക്കെ ഇടയായി തീർന്നു. ശുശ്രൂഷയുടെ മുഖത്ത് ഞങ്ങൾക്കെല്ലാവർക്കും വളരെ മാതൃകാപരമായ, അനുഗ്രഹീതമായ ഇങ്ങനെ ഒരു ആളായിട്ട് ഒരാൾക്ക് മാറാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കഴിയില്ലായിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരെയും ദൈവം ഓരോ ഉദ്ദേശത്തോടുകൂടെ കൊണ്ടുവന്നിരിക്കുകയാണല്ലോ. ഈ വാത്സല്യ പിതാവിലൂടെ ദൈവം ചെയ്ത എല്ലാ മനോഹരമായ സേവനങ്ങൾക്കായും ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. കർത്താവിൻ്റെ വേലക്കാരായി ഞങ്ങളെയൊക്കെ വലിയവരായ ഏതുമില്ലാത്തവരായ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം തീർത്താത്ത ഒരു നഷ്ടവും ഒരു വിധത്തിൽ വേദനിക്കേണ്ട, സങ്കടപ്പെടേണ്ട കാര്യമില്ല. എങ്കിൽ പോലും പറയുകയാണ്, ആ ഒരു അനുഭവമൊക്കെ തീർത്താൽ തീരാത്തൊരു അനുഭവമാണ്. ഈ സ്ഥാനത്തേക്ക് അനേക പിതാക്കന്മാരെ എഴുന്നേൽപ്പിക്കട്ടെ എന്നുള്ള ഹൃദയം നിറഞ്ഞുള്ള പ്രാർത്ഥനയോടുകൂടി ഈ വിശുദ്ധന്റെ വേലയ്ക്കുണ്ടായിരിക്കുന്ന വിടവുകൾ സർവശക്തനായ ദൈവം വിശുദ്ധന്മാരുടെ നിവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും പ്രത്യാശയോടെ ആശ്വസിപ്പിച്ചു.